നടന്നിട്ട് എന്താ കാര്യം? എന്തോടെ ഗുണം ചോദിക്കാനായിട്ട് നടക്കുന്നു? ഒന്നുമില്ലെങ്കിലും പോയിട്ട് പൊട്ടിത്തെറിക്കുന്നില്ലല്ലോ. ഈ മറ്റേ ഇത് നമ്മള് ഈ മറ്റേ ബെർമുഡയുടെ അകത്ത് സാധനവും കയറ്റി വെച്ച് പോയോ? നീ എന്തിനാ പോയത്? AP അതുകൊണ്ട് ഓടിയതാ. അതുകൊണ്ട് ഓടിയതാ. ആണ്. അവൻ പോയിട്ട് തിരിച്ചു വന്നു. നീ നീ എവിടെ തന്നെ ഇരിക്കേട്ടാ. AP മെഹബൂബിനെ എടുത്തിട്ട് എന്നാത്തിനാ? യോനാനി പൈനൈൻ അച്ചകുഞ്ഞ് ഉണ്ടോ ഇവിടെ? എനിക്കൊന്ന് ഇറങ്ങണം അച്ചകുഞ്ഞെ. ഹലോ ജാഥ ടീച്ചറെ, നമസ്കാരം. ഓ നമസ്കാരം. ഇന്നലെ വിഷയം ഇട്ടിട്ട് ചർച്ച ചെയ്യാൻ എനിക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. കുറേ ശ്രമിച്ചു, കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എറർ വന്നു. പിന്നീട് എത്ര ശ്രമിച്ചിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പ് കിട്ടുന്നില്ല. അതെ, ഇടയ്ക്ക് ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ല. ഏതായാലും ജാഥ ടീച്ചർ ഇത് ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഡെയിലി ബേസിസിൽ ഇപ്പൊ അപ്ഡേറ്റ് ഉണ്ട് ക്ലബ് ഹൗസിന്. മിക്കവാറും ഞാൻ രാവിലെ എഴുന്നേക്കുന്ന സമയത്തും അതൊന്ന് ചെയ്തിട്ടേ പറ്റുള്ളൂ. കാര്യം അവര് എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് ഞങ്ങള് ഈ കഴിഞ്ഞ കുറെ ഇടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന ഇതാണ്, നമ്മൾ ഫോണൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒച്ചയില്ലാതാവും. പിന്നെ നമ്മൾ കയറി ഇറങ്ങണം. ഇങ്ങനെയുള്ള രീതിയൊക്കെ ആയിരുന്നു. പിന്നെ വേറൊന്നുമല്ല, അച്ചകുഞ്ഞ് വേറൊന്നുമല്ല, ഇത് ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മറ്റേ ഇതിന്റെ ഇന്റിമേഷൻ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ചില സമയത്ത് അത് വർക്ക് ചെയ്യും, ചില സമയത്ത് അത് വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് മാത്രമാണോ കേൾക്കാത്തത്, അതോ ആർക്കും കേൾക്കുന്നില്ലേ? എനിക്കും കേൾക്കുന്നില്ല. ഇപ്പം ജാമിത ടീച്ചറിനെ ഞാൻ കേൾക്കുന്നുണ്ട്. കുറച്ചു നേരത്തേക്ക് മിണ്ടുന്നില്ലായിരുന്നു. മൈക്രോഫോണോ അതോ അല്ലയോ? സംസാരിക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. അമൽജന്റെ മൈക്ക് മാത്രമേ ഓണായിട്ട് കാണുന്നുള്ളൂ, പക്ഷെ സംസാരം കേൾക്കുന്നില്ല. എല്ലാം കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ജാമിത ടീച്ചറെ, ഇന്നത്തെ ഇത് ഹെഡിങ് ഉണ്ട്, ലോകത്ത് നടക്കുന്ന എല്ലാത്തരം ജിഹാദിനും കാരണം ഖുർആനാണെന്ന്. ടീച്ചറിന് തന്നെ അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാമോ? താങ്ക് യു. നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യാനുള്ളതും പറയാനുള്ളതും ഇസ്ലാമിക ഭീകരതയെ കുറിച്ച് തന്നെയാണ്. ലോകം മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെ മുഴുവനും അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ഈ അപകടകരമായിട്ടൊരു ആശയം, ഇത് ലോക സമാധാനത്തിന് വേണ്ടിയും വരും തലമുറയുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് ഈ ഇസ്ലാമിക ഭീകരതയെ സംബന്ധിച്ച് നമുക്കിവിടെ തുറന്നു പറയാതെ പോകാൻ പറ്റത്തില്ല. പല ആളുകളും എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത്? നല്ല ഒരാള് 60 കോളാ വിളിച്ചത്. ഞാൻ ഒരു ചർച്ചയിലായിരുന്നു. എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയാം. അവസാനം ഞാൻ എടുത്തു. അപ്പൊ അയാൾക്കും ചോദിക്കാനുള്ളത്, ഇസ്ലാമിന് മാത്രമേ കുഴപ്പമുള്ളൂ? മുസ്ലിമിനെ വിമർശിക്കാനും ശരിയാക്കാനും നീ ആരാ? ഇസ്ലാമിനെ ശരിയാക്കാൻ എന്തോ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ വിളിക്കുന്നതെല്ലാം ഉമ്മയും വാപ്പയും കൂടെ ചേർത്തിട്ടുള്ള തെറികളാ. അപ്പോ ഇസ്ലാം എന്താ നിങ്ങളെ പിടിച്ച് കടിച്ചോ? ഇസ്ലാം നിങ്ങളെ പെച്ചിയോ? മറ്റു മതങ്ങളൊക്കെ ശരിയാണോ? ഇതൊക്കെയാണ് അവരുടെ ചോദ്യം. ഇപ്പോ നമ്മുടെ അച്ചായൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരെന്തായിരുന്നാലും കാലിൻ്റെ ഇടയിൽ സ്ഫോടക വസ്തുക്കളും വെച്ചിട്ട് അല്ലെങ്കിൽ ഇരുമ്പ് നിക്കറും ഇട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്,
ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടാണ്. ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആളാണ്. ആധികാരികമായി യൂണിവേഴ്സിറ്റികളിൽ നിന്നും അറബി കോളേജുകളിൽ നിന്നും പഠിച്ചത് ഇസ്ലാമിനെ കുറിച്ചിട്ടാണ്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടാണ്. ലോകത്തുള്ള മറ്റെല്ലാ മതങ്ങളും മറ്റെല്ലാ ആശയങ്ങളും തെറ്റാണെന്നും ഞങ്ങളുടെ മതം മാത്രമാണ് ശരിയെന്നും ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? ജോസ് ബ്രദറിന്റെ മൈക്ക് ഓണാ. അപ്പോൾ ഞങ്ങളുടെ മതം മാത്രമാണ് അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായിട്ടുള്ള മതം ഇസ്ലാം മാത്രമാണ്. മുസ്ലിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. മറ്റുള്ളവർക്ക് കൂടി സ്വർഗം കൊടുക്കാൻ ഒരു വലിയ ബാധ്യത നിനക്കുണ്ട്. അതുകൊണ്ട് അവരെ കൂടി ഇസ്ലാം എന്ന മതത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നിനക്ക് എന്തു മാർഗവും സ്വീകരിക്കാം. ഇരുമ്പ് ആയുധമായിട്ട് ഇറക്കി തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിനക്ക് എങ്ങനെ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താം. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരാശയം. മറ്റേതെങ്കിലും ഒരു മതം ഞങ്ങൾ മാത്രമാണ് ശരിയെന്നും ഞങ്ങളുടേതല്ലാത്ത എല്ലാത്തിനെയും നിങ്ങൾ ഇല്ലാതാക്കണമെന്നും അല്ലെങ്കിൽ അവരെയും കൂടി നമ്മുടെ ഇതിലേക്ക് കുപ്പക്കുഴിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരണമെന്നും പറഞ്ഞാൽ നമ്മൾ അതിനെയും എതിർക്കും. അപ്പോ ഇസ്ലാം അല്ല അഥവാ മുസ്ലിം അല്ല എന്നതിന്റെ പേരിൽ അവരെ പതുങ്ങിയിരുന്നിട്ട് പിരടിക്ക് കാച്ചാൻ പറയുന്ന ഒരു മതമുണ്ടെങ്കിൽ അതിനെ നമ്മൾ എതിർക്കും. കാരണം ഞാൻ മുസ്ലിം മാതാപിതാക്കളുടെ മകളായിട്ട് ജനിച്ചത് എന്റെ കുഴപ്പമല്ല. മറ്റൊരാള് മറ്റൊരു മതവിശ്വാസിയായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചത് അവരുടെയും കുഴപ്പമല്ല. അതിന്റെ പേരിൽ അവർ ജീവിക്കാൻ പാടില്ല. അവര് കൊല ചെയ്യപ്പെടണം. അവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം മാതാപിതാക്കളെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്, അവരുടെ മക്കളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. മറ്റേതെങ്കിലും ഒരു മതം തന്റെ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് സുഹൃത്തുക്കളായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്നും മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളെയും സുഹൃത്തുക്കളായിട്ട് തിരഞ്ഞെടുക്കരുത്. നമ്മുടെ മതത്തിൽപ്പെട്ടവനെ നമ്മൾ സുഹൃത്താക്കണം. നമ്മുടെ മതത്തിൽപ്പെട്ടവന്റെ തോളിൽ മാത്രമേ കൈയിടാൻ പാടുള്ളൂ. അവനെ നീ വെറുക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് മതത്തിന്റെ പേരിലാണെങ്കിൽ, എന്റെ മതത്തിൽ ജനിക്കാത്തതിന്റെ പേരിൽ എന്റെ സുഹൃത്തിനെ ഞാൻ വെറുക്കണം എന്ന് പഠിപ്പിക്കുന്നെങ്കിൽ ആ ആശയം അപകടകരമാണ്. ഒരു 6-7 വയസ്സുള്ള ആ കുട്ടിയോട് നിന്റെ അടുത്തിരുന്ന് പഠിക്കുന്ന സഹപാഠിയെ നീ നിന്റെ മതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നെങ്കിൽ അത് അപകടകരമാണ്. കളിപ്പാട്ടത്തെക്കുറിച്ചും വർണ്ണങ്ങളെക്കുറിച്ചും ആകാശത്തിന്റെ നീലിമയെക്കുറിച്ചും മഴയെക്കുറിച്ചും ചിത്രങ്ങളെക്കുറിച്ചും സംസാരിക്കേണ്ടുന്ന കുരുന്നുകൾ 6 വയസ്സുള്ള കുഞ്ഞിന്റെ തലച്ചോറിലേക്ക് ഈ മതവിഷമാണ് കുത്തിവെക്കുന്നതെങ്കിൽ ഇത് അപകടമാണ്. മറ്റേതെങ്കിലും മതത്തിന്റെ ദർശനങ്ങളിലോ മതഗ്രന്ഥങ്ങളിലോ നിന്റെ മതത്തിൽ ജനിക്കാത്തതിന്റെ പേരിൽ നീ അവന്റെ കഴുത്തിൽ കത്തിവെക്കണം എന്ന് പഠിപ്പിക്കുന്നെങ്കിൽ അത് അപകടമാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇസ്ലാം എന്ന മതത്തിനാണുള്ളത്. കൊല്ലാനും കൊല്ലിക്കാനും അള്ളാഹുവിനെ പോലെ ഒരു 500 മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പരസ്പരം പോരടിച്ചോ, ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി മാർക്കിടാം. ഏറ്റവും ക്രൂരതയോടുകൂടി കൊല ചെയ്യപ്പെടുന്നവൻ ആരാണ്, ഏറ്റവും കൂടുതൽ അമുസ്ലിങ്ങളെ കൊല്ലുന്നവൻ ആരാണ്, ആ തല എണ്ണി നോക്കിയിട്ട് ഞാൻ അവന് അവാർഡും റിവാർഡും ഒക്കെ കൊടുക്കാം എന്ന് പറയുന്ന ഒരു പടച്ചവനെ ഇസ്ലാമിലും ഖുർആനിലും ഹദീസിലുമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും പള്ളിയിലോ അമ്പലത്തിലോ പോയാലും ഇല്ലെങ്കിലും അവർ അവരുടെ മതത്തിൽപ്പെട്ട വിശ്വാസി തന്നെയാണ്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായം മുതലേ മതം പഠിപ്പിക്കണം. മദ്രസ തലങ്ങൾ മുതൽ തുടങ്ങുവാണ്. മതം ഇനിയും ഉപേക്ഷിച്ചു കഴിഞ്ഞാലോ ഇത് ശരിയല്ല എന്ന് തോന്നി ആരെങ്കിലും ഇത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലണം എന്ന് മതപ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ തീവ്രത വളരെ ദോഷകരമാണ് ഈ സമൂഹത്തിന്. ആത്യന്തികമായിട്ട് ഞാൻ പറയുന്നു, എൻ്റെ മതം നന്നായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നല്ല മധുരമുള്ള ഒരു ആപ്പിള് കിട്ടിയാൽ ഞാൻ ആദ്യം കൊടുക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബത്തിന് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു സർക്കാർ ജോലി വരുന്നു, ഒരാൾ എന്നെ വിളിച്ച് പറയുകയാണ്, അതെ ഇന്ന് ജോയിൻ ചെയ്താൽ ഇന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് ആ സർക്കാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തുള്ളവർക്കൊന്നും കൊടുക്കത്തില്ല. അത് ഞാൻ എൻ്റെ കുടുംബത്തിനകത്ത് ആരുണ്ട് ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ആരാണ്? കാരണം നല്ല ആനുകൂല്യങ്ങളാണല്ലോ കിട്ടാൻ പോകുന്നത്, ഒരു സർക്കാർ ജോലി, ശമ്പളം, സ്റ്റാറ്റസ്. അതുകൊണ്ട് ഞാൻ അവർക്കേ കൊടുക്കൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മതത്തിന് നല്ലതുണ്ടായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ച എൻ്റെ മാതാപിതാക്കളുള്ള, എൻ്റെ ഭർത്താവുള്ള, എൻ്റെ സഹോദരങ്ങളുള്ള എല്ലാവരുമുള്ള ഈ മതം നന്നായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എൻ്റെ മക്കളെ ഞാൻ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ എതിർക്കാറുണ്ട്. അടി കൊടുക്കണമെങ്കിൽ അടി കൊടുക്കും, ശകാരിക്കണമെങ്കിൽ ശകാരിക്കും, ഉപദേശിക്കണമെങ്കിൽ ഉപദേശിക്കും. ഇത് എൻ്റെ ദൗത്യമാണ്. അതുപോലെ എൻ്റെ മതത്തെ മറ്റുള്ളവർ ആരെങ്കിലും വിമർശിക്കുന്നതിനേക്കാൾ ഉപരി അത് നന്നായി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ വിമർശിക്കുമ്പോൾ
എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്, എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ആദ്യം ഞാൻ പറയുന്നത് വസ്തുതകളാണോ, ശരിയാണോ, ഇസ്ലാം എന്ന മതത്തെ അന്ധമായിട്ട് എതിർക്കുകയാണോ, അതല്ലെങ്കിൽ തെളിവുകളൊന്നും ഇല്ലാതെ ആരോ എവിടെ നിന്നോ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണോ ഈ പറയുന്നത് എന്ന് ആദ്യം അവർ തന്നെ ചിന്തിക്കണം. മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരെ വെറുക്കണം, സത്യനിഷേധികൾ എന്ന് വിളിച്ച്, കാഫിറുകൾ എന്ന് വിളിച്ച് അവരുടെ കഴുത്ത് അറുത്ത് കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉത്തമ മാതൃക, എനിക്കത് വലിയ ഉത്തമ അപകടകാരിയായിട്ടുള്ള ഒരു പ്രവാചകനായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ലക്ഷണമൊത്ത തീവ്രവാദവും ഭീകരതയും കൊലപാതകവും ഒക്കെ ചെറുതിൽ നിന്നും വലുതുകളിലേക്കും വലുതിൽ നിന്നും അടുത്ത തലമുറകളിലേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു ആശയമാണ് എന്നാണ് ഖുർആനിന്റെ അധ്യാപനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത്. 8-ാം അധ്യായത്തിന്റെ 12 ആണെങ്കിലും 30-ാം അധ്യായത്തിന്റെ 45 ആണെങ്കിലും 3-ാം അധ്യായത്തിന്റെ 32 ആണെങ്കിലും ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ എമ്പാടും ഖുർആൻ വചനങ്ങളുണ്ട്. അതുപോലെ ഞാൻ എന്താണോ പറയുന്നത് അതുമാത്രം അംഗീകരിക്കണം, അതുമാത്രം നിങ്ങൾ അനുധാവനം ചെയ്യണം, അതുമാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയുന്ന, തന്നെ ഏതെങ്കിലും രൂപത്തിൽ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അവരെ കൊന്നൊടുക്കണം എന്ന് പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി കിങ്കരന്മാരെ അയക്കുകയും ചെയ്യുന്ന ഈ മുഹമ്മദ് എന്ന പ്രവാചകൻ ഒരുപക്ഷെ ആയത്തുള്ള അലി ഖുമേനിയെ പോലെ ഒരു സുപ്രീം ലീഡർ നിങ്ങൾക്കായേക്കാം, നമുക്കതല്ല. എതിർ ശബ്ദങ്ങളെയും വളരെ മാന്യമായ രൂപത്തിൽ തന്നെ നമ്മൾ അതിനേക്കാൾ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിനകത്ത് തന്നെ വന്നിട്ട് സ്പീക്കേഴ്സ് പാനലിൽ കയറിയിട്ട് നമ്മളെ എന്തെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല, കാരണം നമ്മൾ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാ. അതുപോലെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളല്ലാത്തതിൻ്റെ പേരിൽ അവർ അധ്വാനിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊള്ളയടിച്ചു കൊണ്ടുവരാനും അതുപോലെ അവരുടെ മക്കളെ കയറി ബലാത്കാരം ചെയ്യാനും മുസ്ലിം അല്ലാത്തതിൻ്റെ പേരിൽ അവരെ പിരടിക്കങ്ങോട്ട് കാച്ചാനും പറയുന്ന ഈ മാതൃക അപകടകരമാണ്. അത് ബുഖാരി റിപ്പോർട്ട് ചെയ്താലും മുസ്ലിം റിപ്പോർട്ട് ചെയ്താലും ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ വന്നിരുന്നാലും ശരി, അതുപോലെ ജൂതന്മാരാണ് എന്ന കാരണത്താൽ ഒരൊറ്റ ദിവസം കൊണ്ട് 800ഓളം വരുന്ന പാവപ്പെട്ട മനുഷ്യന്മാരെ എന്തിന്റെ പേരില? പ്രവാചകനെ എതിർത്തത് കൊണ്ടല്ല, പ്രവാചകനെ വിമർശിച്ചത് കൊണ്ടല്ല, ചീത്ത പറഞ്ഞത് കൊണ്ടല്ല, യുദ്ധം ചെയ്തത് കൊണ്ടല്ല, പരിഹസിച്ചത് കൊണ്ടല്ല, ജൂതന്മാരാണ് എന്ന ഒറ്റ കാരണത്താൽ 800ഓളം വരുന്ന ജൂത പുരുഷന്മാരെ കഴുത്തറുത്തു കൊന്ന മുഹമ്മദ് നബിയുടെ മാതൃക പിൻപറ്റാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ എന്തു നുണകളും പറയാം, പടച്ചോന്റെ പേരിൽ എന്ത് വ്യാജ ആരോപണങ്ങളും ഉയർത്താം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധിതമായ സാഹചര്യത്തിൽ നുണ പറയാം, കൊള്ളയടിക്കാം, കലാപം നടത്താം, ബലാത്കാരം ചെയ്യാം, ഇതെല്ലാം ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദിനെ മാതൃകയാക്കാൻ ബുദ്ധിമുട്ടാണ്. അടിമകളെ വെക്കുകയും അടിമ വ്യാപാരം നടത്തുകയും ചെയ്ത് അവരെ പ്രോസ്റ്റിറ്റ്യൂഷന് പോലും വെച്ചിട്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളോ നോക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കിയ ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഉത്തമ മാതൃകയാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. താൻ സ്ഥാപിച്ച മതത്തിന്റെയും ദൈവത്തിന്റെയും പ്രചരണത്തിനു വേണ്ടി അനേകം ആക്രമണങ്ങളും യുദ്ധങ്ങളും കൊള്ളകളും കൊലകളും നിഷ്കരുണം പല ചെറുതു മുതൽ വലുതുവരെ പല ആളുകളെയും കൊന്നൊടുക്കിയ ഈ മുഹമ്മദിന്റെ മാതൃക നമുക്ക് ബുദ്ധിമുട്ടാണ്. യുദ്ധത്തടവുകാരെയും സമ്പത്തും 5-1 അവകാശപ്പെടുത്തിയ, യുദ്ധത്തിന്റെ പേരിൽ ആരാന്റെ ഇത് കൊള്ളയടിച്ചിട്ട് അള്ളാഹുവിനും എനിക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ആ കൊള്ള മുതൽ പോലും, അതായത് നമ്മൾ പറയും നെറുകേട് ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണമെന്ന്, അതിനകത്ത് ആ നെറുകേടിനകത്ത് വീണ്ടും നെറുകേട് ചെയ്ത പ്രവാചകൻ. അപ്പൊ അനേകം ഭാര്യമാരും എണ്ണിയാൽ ഒടുങ്ങാത്ത ലൈംഗിക അടിമകളും സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു പെണ്ണുപിടിയനാണ് ഞാനെന്നും അതല്ലെങ്കിൽ ഒരു സ്ത്രീലമ്പടനാണെന്നും ലോകത്തിന് വരച്ചിട്ട പ്രവാചകനെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ഭീകരതയാണ്. ഹൈബർ യുദ്ധത്തിനിടയിൽ ഭർത്താവിനെയും പിതാവിനെയും കൊന്നിട്ട് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അറകൂടുന്ന മധുവിധു ആഘോഷിക്കുന്ന മുഹമ്മദിനെ ഏത് രൂപത്തിലാണ് മാതൃകയാക്കേണ്ടത്? ഈ ജനാധിപത്യ രാജ്യത്ത് ഈ പറയുന്ന ഏതെങ്കിലും രൂപത്തിൽ ഈ ഭീകരത നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അപ്പോ പിന്നെ അനാഥയായിട്ടുള്ള ഒരു യുവതിക്ക് ജീവിതം കൊടുത്തത് തെറ്റാണോ എന്നാണ് ഇന്നലെ ഒരാൾ ചോദിച്ചത്. ആ കുട്ടി എങ്ങനെ അനാഥയായത്? അതിൻ്റെ വാപ്പയെയും ഭർത്താവിനെയും ഒക്കെ കൊന്നൊടുക്കിയിട്ട് പിന്നീട് അവരെ സംരക്ഷിക്കുന്ന ഒരു രീതി കൊള്ളാലോ. ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഇത് പറ്റുമോ? അപ്പൊ ഭാര്യയുടെ ആ വീട്ടിൽ ആരോ വന്നു, ഭാര്യ ഉണ്ടായിരുന്നു ആ വീട്ടില്, ഉടനെ തന്നെ സംശയിക്കുവാണ് ഡെങ്കോഡാൽഫിക്കാണ് വന്നത് എന്ന്. എന്നിട്ട് അനുചരനോട് ആജ്ഞാപിക്കുവാണ് അവന്റെ തലയും എടുത്തിട്ട് വരാൻ. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലാന്നേ. അതുപോലെ ശിഷ്യന്മാരോട് പോലും എപ്പോഴും ദേഷ്യപ്പെടുകയും മർദ്ദിക്കുകയും, കാരണം ഒരു കാരണവും വേണ്ട, അന്ന് പ്രൂവ് ചെയ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ.
വളരെ ക്രൂരമായ രൂപത്തിലാണ് അദ്ദേഹം ഇടപെട്ടിരുന്നത്. അദ്ദേഹം ഭർത്താവായിട്ടാണെങ്കിലും സഹോദരനായിട്ടാണെങ്കിലും പിതാവായിട്ടാണെങ്കിലും സുഹൃത്തായിട്ടാണെങ്കിലും നേതാവായിട്ടാണെങ്കിലും അനുചരനായിട്ടാണെങ്കിലും ഭരണാധികാരിയായിട്ടാണെങ്കിലും ഒരു രൂപത്തിലും ഒരു ഉത്തമ മനുഷ്യനായിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മാനവികത നല്ലതാണ് എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടായേക്കാം. പർവ്വതം പോലെയുള്ള പാപങ്ങളുമായിട്ട് ഒരു മുസ്ലിം വന്നാൽ ആ അള്ളാഹു ക്രൈസ്തവന്റെയും ജൂതന്റെയും തലയിൽ ആ പാപങ്ങളെല്ലാം കെട്ടിവെച്ചു കൊടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് മാത്രം പാപമോചനം കൊടുക്കും എന്ന് പറയുന്ന ഇത്തരം അറബിക്കഥകളിൽ വിശ്വസിക്കാനും അങ്ങനെ ഒരു മുഹമ്മദിനെ മാതൃകയാക്കാനും വലിയ ബുദ്ധിയും ചിന്തയുമുള്ള, പിന്നെ നമുക്ക് ഉണ്ടല്ലോ നമുക്കൊരു വിവേകമുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. അടിമ പെൺകുട്ടികളെ നിർബന്ധിച്ച് വ്യഭിചാരം ചെയ്യിക്കുന്നതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞ, ഇനി അതല്ല യുദ്ധത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിൽ പോലും ഭാര്യമാരുമായിട്ട് വീഴ്ച ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്ന ഇത്തരം ഒരു ധാർമ്മികത തൊട്ടുപോലും തീണ്ടിയിട്ടില്ലാത്ത ഈ പ്രവാചകനെ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ആളുകളെ കൊല്ലണം എന്ന് പഠിപ്പിക്കുക യാതൊരു വിധത്തിലുള്ള ഒരു സഹിഷ്ണുതയും ഇല്ലാത്ത ഒരു മതപ്രവാചകൻ. ദത്തുപുത്രന്റെ ഭാര്യയിൽ താല്പര്യം തോന്നിയതുകൊണ്ട് ആ ദത്തുപുത്രനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ആ ഭാര്യയെ വിവാഹമോചനം ചെയ്യിപ്പിച്ചിട്ട് ആ പെണ്ണിനെ പിടിച്ചെടുത്ത് ഇന്നു മുതൽ നിന്റെ ഇന്നലത്തെ ഭാര്യ ഇന്ന് എൻ്റെ ഭാര്യയാണ്, നിന്റെ ഉമ്മയാണ് എന്ന് പഠിപ്പിക്കുന്ന തലതിരിഞ്ഞ ആശയങ്ങൾ അയ്യോ ബുദ്ധിമുട്ടാണ്. വഴിയിൽ എവിടെയെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കാമഭ്രാന്ത് തോന്നി ഭാര്യയോട് വന്നിട്ട് ഞാൻ അവിടെ ഒരു മരിച്ചിനിക്കമ്പിൽ തുണിചുട്ടിയിരിക്കുന്നത് കണ്ടു, എനിക്കിപ്പം നാണ്ട് ഉദ്ധാരണം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാമശമനം നടത്തുക മാത്രമല്ല അത് തിരിച്ചു വന്നിട്ട് അനുയായികളോട് വിശദീകരിച്ചും കൂടി കൊടുത്ത ഒരു കാമവത്സ്യം നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യങ്ങളിലും മാതൃക താനാണ് എന്ന് പറയും. തന്നെ മാതൃകയാക്കിയാൽ മതി, തൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനാണ്, എന്നെ പിൻപറ്റിയാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആകത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ ഖുർആനും ഈ ഹദീസും ഈ പ്രവാചകന്റെ ജീവിതവും ഒന്നും പിൻപറ്റാൻ പറ്റില്ല. മാനവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് അംഗീകരിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഒരു നൈതികത, നൈസർഗികമായിട്ടുള്ള ചില ചോദനകൾ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ആ മതം തന്നെ ഉപേക്ഷിക്കാൻ കാരണം. ലൈംഗിക കാര്യങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും അവകാശങ്ങളും തനിക്കു മാത്രം സിദ്ധിച്ചെടുത്ത എല്ലാ വിധവകളെയും ഞാൻ തന്നെ ഒറ്റയ്ക്ക് കെട്ടി സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ ഒരു സ്ത്രീലമ്പടൻ സ്വന്തം മനസാക്ഷി പോലും ഇല്ലാതെ നിരന്തരം ചുറ്റുമുള്ള ആളുകളെയൊക്കെ പല രൂപത്തിലും പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും അള്ളാഹുവിന്റെ വിധി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഡെമോ ആയിട്ടൊരു പടച്ചവനെയും ജിബ്രീലിനെയും ഒക്കെ ഉണ്ടാക്കി ചുറ്റുമുള്ളവരെ നൂറ്റാണ്ടുകളോളം പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നും മരിച്ചു പോയിട്ട് പോലും ആ പറ്റിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ മനുഷ്യൻ ഏത് രൂപത്തിലാണ് മാനവമോചനത്തിന്റെ മാർഗദർശകനാകുന്നത്? ലോകം മുഴുവനും സംരക്ഷിക്കേണ്ടുന്ന പടച്ചോൻ, ആ പടച്ചോനെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഇന്ന് മുസ്ലിങ്ങൾക്കാണ്. അപ്പൊ ചുറ്റുമുള്ള ആളുകളെ എല്ലാ കാലവും വിഡ്ഢികളാക്കി നിലനിർത്താൻ പറ്റില്ല എന്നതിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്ലാം മതത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലൂടെ കാണുന്നത്. അബ്ബാസിന്റെ പിഞ്ചു മകൾ ഉമ്മു ഹബീബ മുട്ടിലെഴഞ്ഞ് കളിക്കുന്ന സമയത്ത് അവള് കന്യകയാകുന്ന കാലം വരെ ഞാൻ ജീവിച്ചിരുന്നാൽ അവളെ കെട്ടുമെന്ന്, അതായത് പൈതലുകളെ പോലും അങ്ങനെ ഒരു കാമക്കണ്ണുകളോടുകൂടി മാത്രം നോക്കാൻ സാധിക്കുന്ന നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ ലോക മാതൃക എന്ന് പോകട്ടെ ഒരു നല്ല മനുഷ്യനായിട്ട് പോലും അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. വലീദ് എന്ന് പറയുന്ന സമ്പന്നനെ തൻ്റെ കൂടെ കൂട്ടാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തന്തയില്ലാത്തവൻ എന്ന് വരെ വിളിച്ചാക്ഷേപിച്ച ഈ മുഹമ്മദിനെ ഏത് രൂപത്തിലാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്? അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതം ലോകത്തിന് മുഴുവനും ഭീകരതയാണ് എന്ന് പറയാനുള്ള ഏറ്റവും വലിയ കാരണം ഫലം നോക്കി നമുക്ക് വൃക്ഷത്തെ വിലയിരുത്താം, വൃക്ഷം നോക്കി നമുക്ക് ഫലത്തെയും വിലയിരുത്താം എന്ന് പറയുന്നത് പോലെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ചോദിക്കും, ആ തന്ത വളർത്തിയ ഗുണമാണല്ലേ, തള്ള വളർത്തിയ ഗുണമാണല്ലേ എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ ഈ മതനേതാവിന്റെ എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ നബിക്ക് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും കൊല്ലപ്പെടാനും തയ്യാറായിട്ടുള്ള ഒരു മുസ്ലിം ജനവിഭാഗം ഇന്നിവിടെയുണ്ട്. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. കാരണം ആ വൃക്ഷം എങ്ങനെയാണോ അങ്ങനെ തന്നെ അതിന്റെ ഫലവുമാകത്തുള്ളൂ. കുന്നിൻ ചെരുവിലെ ഈത്തപ്പന എന്ന് അഥവാ തന്തയില്ലാത്തവൻ എന്ന് പ്രവാചകനെ വിളിച്ചത് എന്തുകൊണ്ടാണെന്നും ആ നബിയുടെ ശരിയായിട്ടുള്ള അനുയായി ആണടാ നീ എന്ന് നമ്മൾ ഇന്ന് ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോ 1.5 വയസ്സായ ഒരു കുഞ്ഞിനെ തറയിലടിച്ച് അഥവാ ഒരൊറ്റ ചവിട്ടിന്റെ നെഞ്ചിലെ വാരിയെല്ലുകൾ പൊട്ടി ആ കുഞ്ഞു മരിക്കാനിടയായപ്പോൾ അവന്റെ തള്ള വന്ന് ഇന്നതാണ്ട് അട്ടഹസിച്ച് കരയ.
ഇതൊരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ലേ ചർച്ചയാകാതെ പോയത്? അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളില്ല. 1.5 വയസ്സുകാരനെ അടക്കം 4 പേരെ കൊന്ന അഷ്കർ എന്നതിന്റെ പേരിൽ, അവന്റെ പേര് മുസ്ലിം പേരായതുകൊണ്ട്, അവൻ മുസ്ലിം ആയതുകൊണ്ട്, അവൻ കൊന്നതൊക്കെ കാഫിറുകളെ ആയതുകൊണ്ട് ഇവിടെ ചർച്ചകളില്ല. അവന്റെ ഉമ്മ വന്നിട്ട് കരയാണ്, എൻ്റെ മോൻ എന്തെങ്കിലും കഴിച്ചാന്തോ, എൻ്റെ മോൻ്റെ നട്ടെല്ല് ഒടിഞ്ഞു, കഴുത്തവരൊടിച്ചു, അവനെ വലിച്ചെളുത്തോണ്ട് പോകുന്നത് കണ്ടു. അപ്പോൾ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു, നിങ്ങൾ ആ 1.5 വയസ്സുകാരനെ കൊന്നത് കണ്ട്? എന്താ, എൻ്റെ മോൻ ഒരിക്കലും കൊല്ലൂല, കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ചിലപ്പോൾ 1.5 വയസ്സുകാരനെ പിന്നെ അടിക്കാൻ, മര്യാദ പഠിപ്പിക്കാൻ വടി വെട്ടി വെച്ചിരിക്കുന്ന മകനെ അവർ ന്യായീകരിക്കുന്നതോടൊപ്പം തന്നെ ചോറ് തിന്നാൻ കുഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ ഇവൻ ചവിട്ടിയായിരിക്കും, അപ്പൊ വീണ് തീർന്നായിരിക്കും എന്ന് വളരെ ലാഘവത്തോടു കൂടി പറയുന്നു. കാരണം അതൊരു കാഫിറിന്റെ കുഞ്ഞായിരുന്നു. കാഫിർ കൊല്ലപ്പെടുകയാണെങ്കിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമല്ലോ. അതുകൊണ്ട് ലോകത്തെ മുഴുവനും വിഴുങ്ങിയിരിക്കുന്ന ഈ ഭീകരതയെ കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത്. കാരണം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന ഭീകരതയായതുകൊണ്ട്, ഇത് ലോകത്ത് എവിടെയൊക്കെയാണോ മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്നത് അവിടെയെല്ലാം അവർക്കെല്ലാം ഈ മതം ഭീഷണിയായതുകൊണ്ട് ഇതിൻ്റെ ഭീകരതയെക്കുറിച്ച് ജനങ്ങളെ ഉണർത്തുക എന്ന ഒരു വലിയ ഉദ്യമത്തിലാണ് ഞാനുള്ളത്. ഓക്കെ, എനിക്ക് 1-2 ക്വസ്റ്റ്യൻസ് സിസ്റ്ററിനോട് ചോദിക്കാനുണ്ട്. ഇത്രയും ഒക്കെ സംഭവിച്ചിട്ടും ഇവര് പിന്നെ സിസ്റ്ററെ കുറച്ചൊന്ന് ഉറക്കെ പറയോ? കേൾക്കുന്നില്ലേ? അപ്പം കേൾക്കാമോ? കേൾക്കാം, ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഉറക്കെ പറയാൻ പറഞ്ഞു. ഓക്കെ. ഇത്രയൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടും ഈ ഒരു പുസ്തകമാണ് ഇതിന്റെ പിന്നിലെന്ന് ലോകത്തിൽ ഇന്ന് അല്പം ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലായിട്ടും ഇവരതിനെ വെളുപ്പിക്കാൻ ഇപ്പോഴും നടക്കുന്നു. പിന്നെ അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ, സിസ്റ്റർ അറബിക് മുസ്ലിമായി ജനിച്ചു, അറബിക് കോളേജിൽ പഠിച്ചു, അവിടെ ഒരു ടീച്ചറായിട്ട് കുറച്ച് നാള് അധ്യാപനം നടത്തി എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഏതൊരു പോയിന്റിലാണ് സിസ്റ്റർ ഇത്രയും നാളും വളരെയധികം സ്നേഹിച്ച്, ജീവന തുല്യം സ്നേഹിച്ച, ജീവനേക്കാളെന്ന് പറയാം, സ്നേഹിച്ച മുഹമ്മദ് നബിയെ അത് പുള്ളി തെറ്റാണെന്നും ഈ പുസ്തകം തെറ്റാണെന്നും മനസ്സിലാക്കിയ ആ ഒരു നിമിഷം എങ്ങനെ അത് സംഭവിച്ചു എന്നൊന്ന് പറയാമോ? താങ്ക് യു. ഇപ്പോൾ ഖുർആനിനെ വെളുപ്പിക്കാൻ ഒരു വിഭാഗം ആളുകൾ നടക്കാൻ കാരണം, ഇപ്പോൾ ഒരു കൊലയാളിയായിട്ടുള്ള ഒരു യുവാവിനെ അവൻ്റെ അമ്മ ഒരിക്കലും തള്ളിപ്പറയാൻ തയ്യാറാകത്തില്ല. അതുകൊണ്ടാണ് 1000 പേരുടെ തലയൻ്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞതും, എൻ്റെ പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യപാനം ഹലാലാണ് എന്ന് എം അക്ബറും ബാലുശ്ശേരിയും ഒക്കെ പറയാൻ കാരണം അവരതിനെ അന്ധമായി അനുകരിക്കുന്നു, പിൻപറ്റുന്നു. അതിന് അറബിയിൽ പറയുന്ന പേര് തഖ്ലീദ് എന്നാണ്, കണ്ണടച്ച് അനുധാവനം ചെയ്യുക. അതിലെ ശരി തെറ്റുകളെയോ യുക്തിയെയോ യുക്തിരാഹിത്യത്തെയോ സംബന്ധിച്ച് ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ട് എന്ന് വിചാരിച്ചോ, ആ സുഹൃത്തിനെ നമുക്ക് വലിയ ഇഷ്ടമാണെങ്കിൽ അയാൾ ചെയ്യുന്ന ഏത് തെറ്റിനെയും നമ്മൾ ന്യായീകരിച്ച് ശരിയാക്കാൻ നോക്കും, കാരണം അത് അയാളോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ പ്രവാചകനെ ആരും ഇതുവരേക്കും എതിർക്കാത്തത് 1 ഭയമാണ്, 2 ഒറ്റപ്പെടുത്തും എന്നുള്ള ഒരു ഭീതി. കുടുംബം മുഴുവനും ഒറ്റപ്പെട്ടു പോകും. ഇവർക്ക് ഈ പ്രവാചകനെ സംബന്ധിച്ചിട്ട് അറിയാമെങ്കിൽ പോലും ഇവർ ഒടുവിൽ പറയും, എൻ്റെ പ്രവാചകൻ നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ പറയുന്നതിൽ നിന്നുമൊക്കെ എത്രയോ അതീതനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനും വെളുപ്പിക്കാനുമേ ശ്രമിക്കും. പിന്നെ ഞാൻ അറബി കോളേജിൽ പഠിച്ചു. ആ കോളേജിൽ തന്നെ ഞാൻ അധ്യാപികയായിട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം അക്കാഡമിക് അറബിക് കോളേജ് എന്ന് പറയുന്ന ഊറ്റുകുഴി മുജാഹിദിൻ്റെ സലഫി സെൻറ്റർ എന്ന് പറയുന്ന അക്കാഡമിക് കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇതിനെ ശരി, കാരണം നമ്മൾ ഇതിനകത്ത് ജനിച്ചു, ഇതിനെക്കുറിച്ച് പഠിച്ചു, ഇതാണ് ശരിയെന്ന് മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ പലപ്പോഴും നമ്മുടെ സംശയങ്ങൾക്കൊന്നും അവിടെ കൃത്യമായിട്ടുള്ള ദൂരീകരണം ലഭിച്ചിരുന്നില്ല. ഇന്ന് സമൂഹമേറെ ചിന്തിക്കുന്നത് പോലെ തന്നെ ഒരു 6 വയസ്സുള്ള കുഞ്ഞിനെ 53ാമത്തെ വയസ്സിൽ പ്രവാചകൻ വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോൾ മറ്റാരെങ്കിലും ഇങ്ങനത്തെ പ്രായാധിക്യത്തിൽ ഇതുപോലെയുള്ള പൈതലുകളെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനായിരുന്നു എൻ്റെ ആദ്യത്തെ ശ്രമം. അബൂബക്കറോ ഉമറോ ഉസ്മാനോ അലിയോ ഇല്ല, അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. അവരൊക്കെ ഇങ്ങനെ അടിമ സ്ത്രീകളെ എമ്പാടും വച്ചിട്ടുണ്ടോ എന്ന് നോക്കി, ഇല്ല. അപ്പോൾ നമ്മുടെ മതം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ഈ സമാധാനത്തിൻ്റെ ആശയം പഠിപ്പിക്കാൻ എന്തിനാണ് ഈ ആയുധം എടുക്കുന്നത്? അങ്ങനെ പ്രവാചകൻ നേരിട്ട് ചെയ്ത യുദ്ധങ്ങളും ഗസ്വത്ത് എന്ന് പറയും.
പിന്നെ പ്രവാചകൻ പറഞ്ഞയച്ച് ചെയ്ത യുദ്ധങ്ങൾ ശരീഅത്ത് എന്ന് പറയും. ഇങ്ങനെ ചില യുദ്ധങ്ങൾ. അപ്പൊ സമാധാനം സ്ഥാപിക്കാൻ വെറും 23 വർഷമാണ് പ്രവാചകനായിട്ട് ഇദ്ദേഹം ജീവിച്ചത്. ഇതിനിടയിൽ എന്തിനാണ് ഇത്രയധികം യുദ്ധങ്ങൾ? അപ്പൊ യുദ്ധം ചെയ്തു മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടാണോ സമാധാനം സ്ഥാപിക്കേണ്ടത്? പിന്നീട് കുറെ ഹദീസുകൾ ഖുർആനിന് വിരുദ്ധമായിട്ട് മനസ്സിലാക്കി. അങ്ങനെ ഹദീസുകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് പിൽക്കാലത്ത് ഒരു പ്രവാചകൻ മരിച്ച് പ്രവാചകനെ കണ്ടവരെ പോലും കണ്ടിട്ടില്ലാത്ത 200 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ബുഖാരി റഷ്യയിലിരുന്നിട്ടാണ് അറബി ഭാഷ പോലും അറിയാതെ ഇത് എഴുതിയത്. അപ്പോൾ വന്ന പ്രയാസങ്ങൾ, തെറ്റുകൾ, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ, ന്യായീകരണങ്ങളൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ഹദീസുകൾ ഇല്ലെങ്കിൽ ഇസ്ലാം സമ്പൂർണ്ണമാണെന്ന് വിചാരിച്ച് ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് വിചാരിച്ചിട്ടാണ് ചേകനൂർ മൗലവിയുടെ ആശയക്കാരും ഇതേപോലെ തന്നെ ചിന്തിക്കുന്നവരാണ്. ഹദീസുകൾ മനുഷ്യൻ എഴുതിയതുകൊണ്ട് അങ്ങനത്തെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നീട് അടുത്ത എൻ്റെ ചോദ്യം, ഖുർആൻ ആരെഴുതിയതാണ്? ഈ ഖുർആൻ പ്രവാചകൻ കണ്ടിട്ടുണ്ടോ എന്നതായിരുന്നു. അപ്പൊ ഹദീസുകൾ ഏത് രൂപത്തിലാണോ നമ്മൾ അവിശ്വസിക്കുന്നത് അതേ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് തന്നെ ഖുർആനും അവിശ്വസിക്കാൻ, ഖുർആനും ഉപേക്ഷിക്കാൻ സാഹചര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതെല്ലാം പ്രവാചകൻ കണ്ടിട്ടില്ല, പ്രവാചകനെ കുറിച്ചിട്ട് എഴുതിയതാണ്. ഇനി അതല്ല, പ്രവാചകനാണ് ഈ ഖുർആനിന്റെ ഉപജ്ഞാതാവ് എങ്കിൽ, അഥവാ ക്രിയേറ്റർ, മുമ്പില്ലല്ലോ. അപ്പൊ ക്രിയേറ്റർ എങ്കിൽ ഇത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ഡെമോ ആയിട്ട്, ഒരു മീഡിയേറ്റർ ആയിട്ട് സൃഷ്ടിച്ചെടുത്തതാണ് ഈ അള്ളാഹുവും ഖുർആനും ജിബ്രീലും എന്നൊക്കെ മനസ്സിലാക്കി. അത് മനസ്സിലാക്കി ഈ മതം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായി. അപ്പോൾ എനിക്കറിയാം ഇത് ഉപേക്ഷിച്ചാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ, എൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകാവുന്ന ഭ്രഷ്ടുകൾ, സമൂഹം എന്നെ നാളെ എങ്ങനെ കാണും, പിന്നീട് എൻ്റെ മക്കൾ എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും, ഇതിനെയൊക്കെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കുമോ? പ്രത്യേകിച്ച് ഒരു വരുമാനമോ ഒരു ജോലിയോ ഒന്നുമില്ല. ആകെ അറബി കോളേജിലുള്ള ജോലികൾ, പിന്നെ മദ്രസകളിലൊക്കെ പഠിപ്പിച്ചിരുന്നു, ട്യൂഷൻ എടുത്തിരുന്നു, ഖുർആൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആദ്യം ആ ഉപജീവനത്തിൽ തന്നെ തൊടുമ്പോൾ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ അതിതീക്ഷ്ണമായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് നിൽക്കാമായിരുന്നു. എനിക്കിന്ന് കോടിക്കണക്കിന് പണവും ഉണ്ടാക്കാം, ഫോളോവേഴ്സിനെയും ഉണ്ടാക്കാം, പോപ്പുലാരിറ്റിയും ഉണ്ടാക്കാം, സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഈ അപകടകരമാണ് ഇത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ വഞ്ചിക്കാൻ മനസ്സ് വന്നില്ല. കാരണം ഇത് ഇത്രയും അപകടമാണ്. ഞാൻ അടുത്ത ഒരു തലമുറയിലേക്ക് കൂടി ഈ അപകടകരമായിട്ടുള്ള ആശയം പെയിന്റ് അടിച്ച് തേച്ച് വെളുപ്പിച്ച് വിട്ടാൽ പിന്നീട് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എത്രമാത്രം ഭീകരമായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ശരി, ഞാൻ അങ്ങനെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ജോലി ഒഴിവാക്കി. പിന്നീട് ആ നാട്ടിൽ എന്നെ നിൽക്കാൻ അനുവദിക്കാതെ വലിയ രൂപത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയവര് പിന്നീട് ആ നാട് ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധമായി. അപ്പൊ കൂടുതൽ ഈ മതത്തിന്റെ സമാധാനം എന്താണ്, എന്തുകൊണ്ടാണ് ഈ മതം ഉപേക്ഷിച്ചത് എന്നെനിക്ക് മനസ്സിലായി. കുറച്ചുകൂടി മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഈ മതം വിമർശിക്കപ്പെടുന്നത്? ഈ മതത്തിന്റെ ആളുകൾക്കുള്ള അസഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു ആശയത്തെ വിമർശിക്കാനും കൂടി ഒരു സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്കുണ്ടാകണം. അപ്പൊ എതിർ ശബ്ദങ്ങളെയൊക്കെ അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ഇവരെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എനിക്ക് സമൂഹത്തിനൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. ഓക്കെ, ഉത്തരമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ജാമിദ ടീച്ചർ. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡയറക്റ്റ് ആൻസേഴ്സും തന്നു. താങ്ക് യു വെരി മച്ച്. പക്ഷേ ഇവിടെ വരുന്ന ഓരോ മുസ്ലിം സഹോദരന്മാരും ഇന്നുവരെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ ഇന്നുവരെ ഇതുപോലൊരു ആൻസർ തന്നിട്ടില്ല. അവരിങ്ങനെ കറങ്ങി യാതൊരു ലോജിക്കും ഇല്ലാത്ത, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന് തന്നെയാണോ ഇവർ ആൻസർ തരുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥ, ഈ ഒരവസ്ഥ മാറും. അതുപോലെ ഇനിയും ഒത്തിരിയും പേര് ഈ സത്യം മനസ്സിലാക്കി ഈ ഖുർആന് മുഹമ്മദ് നബിക്ക് ഡയറക്റ്റ് കിട്ടിയതല്ല എന്നും ഇതിലുള്ളതെല്ലാം മനുഷ്യകുലത്തിന് അത് വലിയ നാശം വിതയ്ക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ മുസ്ലിം സമൂഹത്തിന് ഇനിയും വരുന്ന ആളുകളിൽ ഈ ക്ലബ് ഹൗസുകൾ കൊണ്ട് ഇത് ഉപകാരപ്പെടുമെന്ന് സിസ്റ്റർ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കിട്ടു, മിനിഞ്ഞാന്ന് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കിട്ടു. കയറാൻ പറ്റുന്നില്ല, ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? കൂടുതൽ ആളുകൾ ഈ അപകടകരമായിട്ടുള്ള ആശയം മനസ്സിലാക്കി ചോദ്യം ചെയ്തു വരികയും അവർ മതം ഉപേക്ഷിക്കുകയും അവർ തന്നെ എന്താണോ മനസ്സിലാക്കിയത്, എന്തുകൊണ്ടാണോ ഈ മതം ഉപേക്ഷിച്ചത് എന്ന് പബ്ലിക്കിനോട് പറയാൻ സന്നദ്ധരായി രംഗത്ത് വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ സാഹചര്യം മുന്നോട്ട് പോയാൽ
അയ്യോ ഒരു 5-10 വർഷം കൊണ്ട് നമ്മുടെ ഇസ്ലാമിൻ്റെ ഗതി എന്തായിരിക്കും എന്നിവർ ചിന്തിക്കുന്നു. അപ്പോൾ ഇവർ കാണുന്ന ഏറ്റവും വലിയ അതിൻ്റെ പ്രതിരോധം എന്താണ്? ഇവരുടെ ശബ്ദമില്ലാതാക്കുക. ഇന്ന് കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. പ്രതിരോധം തീർക്കുക. ആദ്യം കുടുംബത്തെ എതിരാക്കുക. ഇപ്പോൾ മക്കളൊക്കെ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവരെ പോയി ഉപദ്രവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേള അമ്മച്ചി കാരണമാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് എന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ വീട്ടിനകത്ത് നിന്ന് കലഹങ്ങൾ തുടങ്ങും. അപ്പോൾ അതുപോലെ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും അവരുടെ ജോലി, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞുണ്ടാക്കി അവരെ സസ്പെൻഡ് ചെയ്യിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കും. ഇപ്പം അബ്ദുൽ അലി മാഷൊക്കെ എത്രയോ 10-26ഓളം കേസുകൾ നേരിട്ട ആളാണ്. കാരണം അദ്ദേഹം അറബിക് അധ്യാപകനായിരുന്നു. അതിൻ്റെ പേരിൽ പീഡനം മാത്രം അവർക്ക് പറയാൻ പറ്റിയിട്ടില്ലത് അന്നായതുകൊണ്ട്. അത് ഇന്നാണെങ്കിൽ അവർ അതും പറയുമായിരുന്നു. അപ്പം അദ്ദേഹം ഒരു വ്യവഹാരി ആയതുകൊണ്ട് തന്നെ അതെല്ലാത്തിനെയും നിയമപരമായിട്ട് തന്നെ പൊരുതി അദ്ദേഹം ജയിച്ച് എല്ലാത്തിനും താൻ നിരപരാധിയാണ്, തൻ്റെ പേര് തൻ്റെ പേരിൽ ആരോപിക്കപ്പെടുന്നതെല്ലാം ഈ ഞാൻ യുക്തിവാദിയായതിൻ്റെ പേരിലും ഇസ്ലാമിനെ വിമർശിച്ചതിൻ്റെ പേരിലുമാണ് എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ അസഹിഷ്ണുത നിലനിൽക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ ആദ്യം കുടുംബത്തിൽ നിന്നും ഒരു ഭ്രഷ്ടുണ്ടാക്കുക, അതുവഴി അവരുടെ കുടുംബം തന്നെ അലങ്കോലമാക്കപ്പെടും. ഇനിയും ഒരാൾ ഈ മതം മനസ്സിലാക്കാനോ ഈ മതം ഉപേക്ഷിക്കാനോ ഈ മതം വിമർശിക്കാനോ സന്നദ്ധരായി വരാത്തിടത്തോളം വരരുത്. അതിന് ഏതൊക്കെ രൂപത്തിൽ പ്രത്യാഘാതങ്ങളും പ്രതിസന്ധികളും അവരെ ഓർമ്മിപ്പിക്കാമോ അതൊക്കെ ചെയ്യുക. ഇവർ ഭയന്നു തുടങ്ങി. അവരുടെ ആ ഭയമാണ് നമ്മൾ എടുക്കുന്ന ആശയം. കാരണം അവർ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? പുതിയ തലമുറയ്ക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഇന്ന് ക്യാമ്പസുകളിൽ പോലും മതവൽക്കരണമില്ല. ഇപ്പോൾ ഹിജാബ് ഇട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടി കോളേജിൽ എത്തുമ്പോഴേക്ക് ഇത് ഊരി വെക്കുകയാണ്. കാരണം മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നു. എന്തിനാണ് ഞാൻ മാത്രം ഇങ്ങനെ അടയ്ക്കുന്നത്? പുരുഷന്റെ വിശ്വാസ പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുതയ്ക്കുന്നത് എന്നവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവുമുള്ള കുട്ടികൾ ചിന്തിച്ചു തുടങ്ങുന്നു. നിന്റെ ചിന്താഗതിയാണ് നീ നിയന്ത്രിക്കേണ്ടത്. നീ നോക്കേണ്ടത് എൻ്റെ കണ്ണിലേക്കാണ്, അതല്ലാതെ എൻ്റെ നെഞ്ചിലേക്കല്ല എന്ന ആശയം കുട്ടികൾക്ക് ബോധമുറച്ചു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇനി നമ്മളെ നിശബ്ദമാക്കുക. ആകെ നമുക്കുള്ള മീഡിയ എന്താണ്? സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ രൂപത്തിൽ ഇവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കാമോ? ഇപ്പം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ലൈവ് കയറാൻ പറ്റുന്നില്ല. എൻ്റെ ചാനലിൽ 80,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്നതാണ് ലൈവുകൾക്ക്. പക്ഷെ ഇപ്പം എനിക്കത് ലൈവ് കയറാൻ പറ്റുന്നില്ല. കാരണം ലൈവ് ഇപ്പം ഞാൻ കയറാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്ക് തന്നെ ഒരുമിച്ച് 40,000 റിപ്പോർട്ടുകളൊക്കെയാണ് ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇത്രയും ആളുകളിലേക്ക് എൻ്റെ ചാനൽ എത്തിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യം കയറുന്നതേ ഉള്ളൂ, ലൈവ് കയറി സംസാരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവരൊരു ക്യാമ്പയിൻ ഉണ്ടാക്കി വെച്ചേക്കാണ്, ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എപ്പോഴാണോ ലൈവിൽ കയറുന്നത് ആ സമയത്ത് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുക, ലൈവ് ഡിസ്കണ്ടിന്യൂ ചെയ്യണം ഒരു രൂപത്തിലും. അപ്പോൾ നമ്മൾ ഈ ആശയം പറയരുത് പബ്ലിക്കിനോട്. അത് പറയാതിരിക്കാൻ നമ്മളെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ട്. ഇതല്ലാതെ ഇവർക്ക് ഇന്ന് വേറെ ഒരു വഴിയുമില്ല. കഴുതക്കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ ക്ലബ് ഹൗസിൽ ഇപ്പം നമ്മൾ ഇതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അവർക്ക് എന്നെ എററാക്കാൻ പറ്റുന്നത് ഒരുമിച്ച് റിപ്പോർട്ടുകൾ വരുമ്പോഴാണ്. ഒരുമിച്ച് ഇവർ ഹാക്ക് ചെയ്യാൻ പല രൂപത്തിലും ഇരുന്ന് ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലബ് ഹൗസുമായിട്ട് ബന്ധപ്പെട്ട എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ ഭയപ്പെടുന്നു. തുടർന്നു വരുന്ന കാലങ്ങളിൽ ഈ ആശയം നാമാവശേഷമായി പോകുകയോ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ ആളുകൾ സന്നദ്ധമായി വരാതിരിക്കുകയോ ചെയ്യും. ആളുകൾ ഇസ്ലാമിൻ്റെ ഭീകരത മനസ്സിലാക്കുകയും അത് ഒരു ഭയവുമില്ലാതെ നിർഭയം അതവർ ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ ബൂം ചെയ്തിട്ടൊരു മാറ്റമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. ഒരു പക്ഷേ ഈ 5-10 വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ അത്രമാത്രം സജീവമല്ലാതിരുന്നപ്പോൾ ഇസ്ലാമിനെ പറയാൻ, വിമർശിക്കാൻ ഭയപ്പെട്ടിരുന്ന ആളുകൾ ഇന്ന് ഇസ്ലാം വിട്ടിട്ടുണ്ട്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എന്നെ തെറി പറഞ്ഞു വന്നിരുന്ന പല ആളുകളും ഇന്ന് എന്നെ പോലെ ചിന്തിക്കുന്നവരാണ്. കാരണം നമ്മൾ സഹിഷ്ണുതയോടുകൂടി തന്നെ മുന്നോട്ട് പോയി. അവൻ തന്തയ്ക്ക് വിളിക്കുമ്പോഴേക്ക് ആടാ എനിക്ക് വിളിക്കാനൊരു തന്തയുണ്ട്, നീ പറയുന്ന ഈ മഹാനവറുകൾക്ക് തന്തയുണ്ടോടാ എന്ന് ചോദിക്കുന്നതിലേക്ക് നമ്മൾ അവരെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ അവർ ഭയപ്പെടുന്നു. ഇനി വരുന്ന ഒരു കാലത്ത് പോകെ ഇസ്ലാം കൂടുതൽ ഏറിലായി പോകുന്നു എന്നവർ മനസ്സിലാക്കുന്നു. അത് നമ്മുടെ ഈ ഒരുമിച്ചിട്ടുള്ള ഒരു മാറ്റമാണ്. നമ്മുടെ ആ പ്രവർത്തനങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് അവരുടെ ഭയം.
താങ്ക് യു സിസ്റ്റർ, താങ്ക് യു വെരി മച്ച്.